നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൂക്കിലേറ്റാൽ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ കുവൈറ്റിൽ ഇന്ത്യക്കാരനായ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ. തമിഴ്നാട് സ്വദേശി അൻബുദാസ് നടേശനാണ് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിനെ തുടർന്ന് അവസാന നിമിഷം ജീവിതത്തിലേക്ക് മടക്ക ടിക്കറ്റ് ലഭിച്ചത്. അൻബുദാസിനൊപ്പം വധശിക്ഷ വിധിക്കപ്പെട്ട 5 പേരെ ഇന്നലെ തന്നെ തൂക്കിലേറ്റി. ഒരു കുവൈറ്റുകാരൻ, 2 ബദുനികൾ, അതുപോലെ തന്നെ ഈജിപ്തുകാരൻ, ശ്രീലങ്കൻ പൗരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. കൊലപാതകം, മയക്കുമരുന്ന്, തീവ്രവാദ കേസുകളിലെ പ്രതികളാണ് ഇവർ. അൻബുദാസിന്റെ വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസി. 2015 ശ്രീലങ്കൻ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അൻബുദാസിന് കോടതി വധശിക്ഷ വിധിച്ചത്. ശിക്ഷ ഇന്നലെ നടപ്പാക്കുമെന്നും കുവൈറ്റ് സർക്കാർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരുന്നു. ഇതോടെ എംബസി ഉദ്യോഗസ്ഥർ അൻബുദാസിനെ ജയിലിൽ സന്ദർശിച്ചു. കൊല്ലപ്പെട്ട ശ്രീലങ്കക്കാരിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി മാപ്പ് നേടാൻ ശ്രമിക്കുന്നതായി ഇയാൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇക്കാര്യം ആരും എംബസിയെയോ കുവൈറ്റ് അധികൃതരെയോ നേരത്തെ അറിയിച്ചിരുന്നില്ല. മാപ്പ് അപേക്ഷയെക്കുറിച്ച് അൻബുദാസിൽ നിന്ന് അറിഞ്ഞ ഉദ്യോഗസ്ഥർ ഉടൻ എംബസിയിലെ തൊഴിൽ വിഭാഗ മേധാവി അനന്തു സുബ്രഹ്മണ്യൻ അയ്യരുമായി ബന്ധപ്പെട്ടു. തുടർന്ന് സ്ഥാനാധിപതി ആദർ സേവികയെ വിവരമറിയിച്ച ശേഷം തമിഴ്നാട്ടിൽ അൻബുദാസിന്റെ സഹോദരൻ ശങ്കരൻ നടേശനുമായി ബന്ധപ്പെട്ടു. മാപ്പപേക്ഷ രേഖകൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് സ്ഥാനാപതിയുടെ നേതൃത്വത്തിൽ കുവൈറ്റ് അധികൃതരുമായി ചർച്ച നടത്തി. മാപ്പപേക്ഷയ്ക്ക് സാവകാശം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ തൽക്കാലം മാറ്റിവെച്ചത്. ശ്രീലങ്കൻ സ്വദേശിനിയുടെ ബന്ധുക്കളിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾക്കായി അപേക്ഷിച്ചിട്ട് 7 മാസത്തിൽ ഏറെയായി. ശ്രീലങ്കയിലെ അഭിഭാഷകൻ മുഖേനയാണ് നീക്കം. ലങ്കൻ വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് രേഖകൾ കുവൈറ്റിലെത്തേണ്ടത്. ഇത് വേഗത്തിലാക്കാൻ കുവൈറ്റിലെ ശ്രീലങ്കൻ എംബസിയുമായി ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിട്ടുമുണ്ട്.